ആവശ്യമാണ്. നമ്മുടെ രാഷ്ട്രീയക്കാരത് സമ്മതിക്കുന്നില്ല. ഇപ്പം ജനങ്ങൾ തന്നെ അങ്ങ് ചെയ്യുകയാണ്. രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഞാൻ 13 മാസത്തെ നോട്ടീസ് കൊടുത്തിരുന്നു. നവംബർ 30, 2013 എൻ്റെ 13 മാസത്തെ ശാസനാരൂപേണ നോട്ടീസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതായത് ഡിസംബർ 31, 2014 ജാതി ഇവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തിരിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണം. ഇന്ത്യയിലുള്ള സർവ്വമാന പേരെയും ബ്രാഹ്മണരായി ഡിക്ലെയർ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഉച്ചനീചത്വം, നീചത്വമില്ല, എല്ലാവരും ഉച്ചൻ. മാത്രമല്ല 5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംസ്കാരമായിരുന്നു അത്. ബ്രഹ്മജ്ഞാനി ഇത് ബ്രാഹ്മണ എന്ന് പറയുന്നത്, അതായത് സത്യം വദ ധർമ്മം ചര അതിഥി ദേവോഭവ എന്നുള്ളതായിരുന്നു നമ്മുടെ സംസ്കാരം, നമ്മുടെ സംസ്കൃതി. അതിവിടെ ഇല്ലാതാക്കി. നേരത്തെ ഞാൻ കഴിഞ്ഞ 40 വർഷമായി ഇതിൻ്റെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. റിസർച്ച് നടത്തി എല്ലാവരെയും പറ്റിയും വളരെ നല്ലപോലെ പഠിച്ചു. നമ്മുടെ വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ബൈബിൾ, ഖുറാൻ ഇതെല്ലാം നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിനെ തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് നേരത്തെ വന്നവർക്ക് പലർക്കും തെറ്റുപറ്റി എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. അതായത് ജാതി വേണ്ട എന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? ആരെങ്കിലും എനിക്കൊരു മറുപടി തരണം. ആരും പറഞ്ഞിട്ടില്ല. ശ്രീബുദ്ധൻ മുതൽ ഇങ്ങോട്ട് താഴോട്ട് നമുക്ക് നോക്കിയാൽ ആരും, അത് 2500 വർഷത്തെ കഥയാണ് നമ്മൾ പറയുന്നത്. ആരും ജാതി വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അതിനൊരു കാരണം കൂടെയുണ്ട്. നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അടിമത്തമായിരുന്നു. അറിവ് തന്നെ താഴോട്ട് വന്നിട്ടില്ല. അറിവിനെ തടഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു. അറിവറിയാൻ ഒരാൾ ചെന്നാൽ അയാളുടെ ചെവിയിൽ ഉയ്യം ഉരുക്കി ഒഴിക്കുക, അല്ലെങ്കിൽ അയാളുടെ നാക്ക് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ വിരൽ മുറിച്ചെടുക്കുക. ഇതൊക്കെ ആയിരുന്നല്ലോ ഇവിടുത്തെ സംസ്കാരം. അതാണല്ലോ അടിമത്വം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്തിരുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അത് 1947 വരെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നു നമ്മൾ പറയും നമ്മുടെ ഋഷീശ്വരന്മാർ, ആദരണീയർ എല്ലാവരും അവർക്ക് അറിവ് കിട്ടുന്നതിന് തന്നെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനും എനിക്ക് മടിയില്ല. ഇന്ന് ആ ലിമിറ്റേഷൻ ഇല്ല. ഇന്ന് നമുക്ക് അറിവെന്ന് പറഞ്ഞാൽ തുറന്ന് കിടക്കുകയാണ്. ആർക്കും നേടാം. ഞാൻ പറയുന്നതിന് ശരിയോ തെറ്റോ നിന്ന് ഒരാൾക്ക് പരിശോധിക്കാൻ നിമിഷം മതി. ഒരു കാലത്ത് അത് പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെ വരെ കഴിഞ്ഞത് ഇനിയും കഴിഞ്ഞു പോകണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ ഈ നിമിഷം വരെ ആരും വന്നിട്ടില്ല. എൻ്റെ പുസ്തകം, ഞാൻ എഴുതിയ കാസ്റ്റവേ എന്ന് പറയുന്ന പുസ്തകം ലീഗൽ നോട്ടീസാണ്. ഇത് ലോകത്തിൽ മില്യൺസ് ഓഫ് ആൾക്കാർ വായിച്ചു കഴിഞ്ഞു. അത് വിൽക്കുന്ന പുസ്തകമല്ല, അത് ഡൗൺലോഡ് ചെയ്ത് ആർക്കും വായിക്കാം. എനിക്ക് എല്ലാവരും എന്നെ പ്രൈസ് ചെയ്യുന്നതല്ലാതെ ഇതുവരെ ഈ നിമിഷം വരെ അതിനകത്തൊരു തെറ്റുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആരും പറയാൻ പറ്റില്ല. അതുപോലെ ഞാൻ അത് എല്ലാം വസ്തുനിഷ്ഠമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയുമല്ല, ഞാൻ ഈ പറയുന്നതിനെ തന്നെ കാണിക്കാൻ ആരും കൊണ്ട് പറ്റില്ല. ആർക്കെങ്കിലും പറയാമോ മനുഷ്യനിടയിൽ 2 സ്പെസിൽ ഉണ്ടെന്നുള്ളത്? ആർക്കും പറയാനാവില്ല. പിന്നെ എന്താണ് ജാതി? ജാതി എന്തിനാണ്? ഐഡന്റിഫൈ ചെയ്യാനാണ് ജാതി, അല്ലേ? ആന, കുതിര, നമ്മൾ പറയത്തില്ലേ, പട്ടി, പൂച്ച, ഇങ്ങനെ പറയുന്ന ഇത് മൃഗങ്ങളുടെ ഇടയിലുണ്ട്. അതിനെ അറിയാൻ നമുക്ക് ജാതി വേണമെങ്കിൽ പറയാം. മരങ്ങളുടെ ഇടയിലുണ്ട്, തെങ്ങ്, കമുക്, മാവ്, പ്ലാവ്. മനുഷ്യൻ്റെ ഇടയിൽ പറയാമോ? മനുഷ്യനല്ലാതെ രണ്ടാമതുണ്ടെന്ന് പറയാമോ? പിന്നെ എന്തിനീ വിഷം കുടിച്ചുകൊണ്ടിരിക്കണം? തീർച്ചയായിട്ടും താങ്കളുടെ ഈ യാത്ര അല്ലെങ്കിൽ താങ്കളുടെ ഈ ഉദ്യമം തീർച്ചയായിട്ടും ജനങ്ങളുടെ അല്ലെങ്കിൽ ഇത് സംഘടനകളുടെ, വ്യക്തികളുടെ, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അങ്ങനെയുള്ള ആളുകളിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? ആശാവാഹം വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു പ്രതികരണം ഞാൻ പറയാം. എൻ്റെ നോട്ടീസ് കിട്ടിയതിന് ശേഷം ഞാനതിന് മാൻഡേറ്ററി നോട്ടീസ് എന്നാൽ ശാസന രൂപേണ നോട്ടീസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. മാറ്റണം, അല്ലാതെ എൻ്റെ റിക്വസ്റ്റ് ഒന്നുമല്ല. കാര്യം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ അവകാശമാണത്, എൻ്റെ അധികാരമാണ്. ഞാൻ പറയുന്നത് എൻ്റെ അവകാശം, വിശ്വാധികാരം, വിശ്വകടമ കയ്യിലെടുത്തുകൊണ്ടാണ് ഞാൻ നോട്ടീസ് കൊടുത്തത്. എല്ലാ വ്യക്തികൾക്കും ഉണ്ട്, പക്ഷെ ഞാനത് എടുത്തു. എൻ്റെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഞാനത് കയ്യിലെടുത്തിരിക്കുകയാണ്. അത് ബേസ് ചെയ്ത് ഞാൻ നോട്ടീസ് കൊടുത്തു. എൻ്റെ നോട്ടീസ് ഇന്ത്യയിലുള്ള എല്ലാ MPസിനും MLസിനും ബൈ ജനുവരി 2014 കിട്ടിക്കഴിഞ്ഞു. സുപ്രീം കോടതിയിലെ എല്ലാ ജഡ്ജിമാർക്കും കിട്ടി. ഇവിടെ കിട്ടാത്തവരാരുമില്ല. എൻ്റെ നോട്ടീസ് കിട്ടാതെ അതെല്ലാം ബൈ ഹാൻഡ് ഡെലിവറി ചെയ്യുകയാണ്. എനിക്കതുപോലെ വലിയ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഡൽഹിയിലുണ്ട്. ഓക്കെ, നമ്മൾ ഇവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇല്ല. ഒരു രാഷ്ട്രീയക്കാരൻ പറയത്തില്ല എൻ്റെ നോട്ടീസ് കിട്ടിയില്ല എന്ന് പറയില്ല. അവർ പറഞ്ഞാൽ അവർ ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല. അവരുടെ പ്രതികരണം, ആ പ്രതികരണം കൂടെ പറയാം. ശ്രീ മോഹൻ ഭഗവത് ആദ്യമായിട്ട് ജാതി നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തു. ഓക്കെ, ഇതൊക്കെ പേപ്പറിൽ വന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ശ്രീ ജനാർദ്ദൻ ദ്വിവേദി, കോൺഗ്രസിൻ്റെ നേതാവ്, അദ്ദേഹം വന്ന് പറഞ്ഞു
അത് ഇതാണ്, അത് ഫെബ്രുവരി 4-നാണ് അദ്ദേഹം പറയുന്നത്, 2014. അദ്ദേഹം പറഞ്ഞു ഇത് ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം നിർത്തണം, നമുക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടും. ഇതായിരുന്നു എൻ്റെ ഡിമാൻഡ്. പിറ്റേ ദിവസം സോണിയാഗാന്ധി എന്ന് പറഞ്ഞു പറ്റില്ല, ഇത് കോൺഗ്രസ് കൊടുത്ത സംഭാവനയാണ്, ഇത് മുന്നോട്ട് പോകും, ദാറ്റ്സ് ഫൈൻ. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേൾഡ് റിലീജിയസ് ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് പോപ്പ്, ഗ്രാൻഡ് മുഫ്തി, ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യേണ്ടത് മാതാ അമൃതാനന്ദമയ്യമ്മ, ഇവരെല്ലാം കൂടെ സൈൻ ചെയ്ത് ഡിക്ലറേഷൻ, വെറുതെ പറഞ്ഞതല്ല, അവർ ഡിക്ലറേഷൻ സൈൻ ചെയ്തു. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ 2020-നകം തീർക്കണമെന്ന്. എൻ്റെ നോട്ടീസ് ഇവർക്കെല്ലാം കിട്ടി, ഇവർക്കെല്ലാവർക്കും എൻ്റെ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ നോട്ടീസ് കിട്ടുക 4 ശങ്കരാചാര്യന്മാർക്കും എൻ്റെ നോട്ടീസ് കിട്ടി. മനസ്സിലാക്കണം മനുഷ്യൻ. ഓക്കെ, അപ്പോൾ ഇവരെഴുതി. അപ്പോൾ അവർക്ക് ഞാൻ മറുപടി എഴുതി, ഇതെല്ലാം പത്രദ്വാര നമ്മൾ എഴുതിയിരിക്കുന്നതാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് 2020 വെയിറ്റ് ചെയ്യുന്നത്? വൈ ഷുഡ് ഐ വെയിറ്റ് ഫോർ 2001? നൗ. ജാതി വ്യവസ്ഥ ഇപ്പോൾ അവസാനിപ്പിക്കണം, നാളെ വേണ്ട. കാരണം മനുഷ്യനെ മൃഗമായി കാണുന്ന സമ്പ്രദായമാണ് ജാതി വ്യവസ്ഥ. കാരണം ജാതി വ്യവസ്ഥയിൽ കുറച്ച് പേർ, 10-15% വരുന്ന ആൾക്കാർ, നമ്മളെല്ലാം അതിലുള്ളതാണ്, മനുഷ്യരാണ്. ബാക്കിയെല്ലാം മൃഗങ്ങളുമായിരിക്കും. അതാണ് ജാതി വ്യവസ്ഥ. അതായത് പൂച്ചയ്ക്കും പട്ടിക്കും ഒരാളുടെ വീട്ടിൽ കയറാം, മനുഷ്യന് കയറാൻ പറ്റില്ല. ഇത് എവിടുത്തെ സംസ്കാരം? ലോകത്ത് എവിടെയെങ്കിലും നിലനിൽപ്പുണ്ടോ? ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് ശ്രീനാരായണ ഗുരു അതുപോലെ വലിയ വലിയ മഹാത്മാക്കള് ജാതി വ്യവസ്ഥയെ ഇതിനെ തുടച്ചു നീക്കാനും മനുഷ്യരെ മനുഷ്യരായി കാണാനും വേണ്ടി ഒത്തിരി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവർ നടത്തിയ ശ്രമങ്ങൾ പിന്നീട് അവരുടെ തന്നെ പിൻഗാമികൾ ജാതി വേണം, മതം വേണം എന്ന തരത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നു. വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയാറുണ്ട്, ജാതി പറയണം. ഈ അവസ്ഥയിലേക്ക് ഒരുപാട് ഇപ്പോൾ മറ്റുള്ള നായർ സമുദായത്തിലായാലും എല്ലാ സമുദായത്തിലും, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാം അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ജാതീയ വ്യവസ്ഥയിൽ കെട്ടുപിണഞ്ഞ നമ്മുടെ നാട്ടിലെ ഈ സംസ്കാരത്തെ നല്ലൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന താങ്കളുടെ സന്ദേശം മഹനീയമാണ്, ഏറ്റവും മഹത്തരമാണ്. അത്തരം ആ സംഭവം താങ്കൾക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയുക ഒരുപക്ഷെ ഇന്ത്യൻ ജനതയോടും പിന്നീട് വരും തലമുറയോടും ചെയ്യുന്ന ഏറ്റവും മഹത്തരമായ ഒരു കാര്യമായിരിക്കും. താങ്കൾക്കത് പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാവും. എല്ലാ ജനങ്ങളും താങ്കളോടൊപ്പം. തീർച്ചയായിട്ടും. ആദരിക്കുകയൊക്കെ ചെയ്യില്ല. നമുക്ക് ഗവൺമെന്റ് മാത്രം പരിപാടിക്കും. ആദ്യമായിട്ടുള്ള സൃഷ്ടിയാണ്. അതായത് 10,000 വർഷങ്ങളായിട്ട് 5 തലയുള്ള ബ്രഹ്മദേവൻ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഇല്ല, ഇത് ആദ്യമായിട്ടാണ്. കാര്യം ബ്രഹ്മദേവന് 5 തല ഉണ്ടായിരുന്നു, അത് 4 ആണെന്ന് പറഞ്ഞ് ഇവിടെ പറഞ്ഞു വരുന്നത് പല ചരിത്രങ്ങളുണ്ടാകും. ശിവദേവൻ ഒരു തല നോക്കാറുണ്ടല്ലേ? ഇതൊന്നും നോക്കാം. 3 വരുന്നുണ്ട്. അതെ, ഇവിടെ 3 ഓരോ തലയും പൊട്ടി വെച്ചിരിക്കുകയാണ്. പഞ്ചഭൂത ആകാശം, ഭൂമി, അഗ്നി, ജലം, ശില്പികളുടെ തൊള്ളായിരത്തി കൂടുതൽ മഴയുണ്ട്.